ഹലോ അസ്സലാമലൈക്കും. തെങ്ങടാന്ന് വെച്ചാൽ ബീഫ് സ്റ്റാളിലാണ് കേട്ടോ. ഇന്ന് പാപ്പ വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പാപ്പാക്ക് കോഴിനേക്കാളും ഇഷ്ടം ബീഫാണ്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അറിയുമ്പോൾ കുഞ്ഞാറ്റനെ ഇങ്ങനെ കൊഞ്ചിനെ കാണുന്നത്. പിന്നെ കുഞ്ഞാറ്റക്ക് പപ്പയെ കണ്ടാൽ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പപ്പയെ. പപ്പ എന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞാറ്റക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. ആരെടുത്താണെങ്കിലും ശരി കുഞ്ഞാറ്റ വേഗം പപ്പ അടുത്തേക്ക് പോകും. അങ്ങനെയാണ്. അപ്പം ഇതുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്യാസും കുട്ടികളും വന്നിട്ടോ. സർപ്രൈസാണ്. ഒരു ഒരു ക്ലൂ പോലും ഇല്യാസ് തന്നില്ല കേട്ടോ. ഇത് വന്നത് വൈകുന്നേരത്താണെന്ന് മാത്രം. അവരെവിടെ പോയിട്ട് വരികയാണ്, അങ്ങനെ കയറിയതാണ് പറഞ്ഞു. ഇല്യാസ് കുറച്ച് ദിവസത്തെ ലീവിനാണ് വന്നിക്കണത് കേട്ടോ. ഇപ്പാക്ക് സുഖമില്ലാന്നപ്പോഴും അങ്ങനെ കാണാൻ വന്നതാണ്. അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ആരുടെന്നറിയോ? മിച്ചുവിന്. ഇല്യാസിൻ്റെ ചെറുതാണ് മിച്ചു. മിച്ചു എന്ന് വെച്ചാൽ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഒന്നും വേണ്ട. അശുമോൻ ഇങ്ങനെ പിത്തനെ കാട്ടുന്നുണ്ട് കുഞ്ഞാറ്റ്. അപ്പം മിച്ചുവിൻ്റെ അടുത്തുള്ളൊരു സാധനം കളിക്കാൻ കൊടുത്തിട്ട് കുഞ്ഞാറ്റയ്ക്ക്. മിച്ചുവിന് പിന്നെ ഭയങ്കര ടെൻഷനായി. കാരണം ഇനിയിപ്പോൾ അതുപോലെ തരൂലേ, സ്വന്തം എടുക്കുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. പിന്നെ ഇവിടെ ഏതൊരു വീട്ടിലേക്ക് പോയതാണ് വരുന്നത്. അപ്പം അവിടുന്ന് കൊടുത്താണ് മിച്ചുവിൻ്റെ. അപ്പം കുഞ്ഞാറ്റേ ഭയങ്കര സോപ്പിങ്ങാണ് കേട്ടോ. കാരണം ആ സാധനം ഇപ്പോൾ ഓൻ്റെ കയ്യിലത്തെ ആ സാധനം ഇപ്പോൾ ഇവൾക്ക് കിട്ടണം. ഇവനാണെങ്കിൽ ആകെ ടെൻഷനിലും. ഇനിയിപ്പോൾ അത് സ്വന്തമായിട്ട് ഇവൾ എടുക്കുമോ എന്നുള്ള ടെൻഷനും. എന്ത് രസമാണ് കുട്ടികളെ കളി കാണാൻ. ഇവർക്കിപ്പോൾ എന്ത് ടെൻഷന്, എന്ത് ലോകം അല്ലേ. ഇവർക്ക് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നാൽ ഇനിയിപ്പോൾ തിരിച്ച് കിട്ടാത്ത ഒന്നാണ് കുട്ടിക്കാലം. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുള്ള ടെൻഷനും പിന്നെ എന്താ പറയുക സങ്കടങ്ങളൊക്കെ അനുഭവിച്ച് തീർത്തേറ്റുള്ളൂ. ആർക്കും ഒരു വിഷമമൊന്നും വരാതിരിക്കട്ടെ. കുട്ടികളെ കളി കാണുമ്പോഴേ പിന്നെയൊക്കെ എല്ലാം നമ്മൾ മറക്കും. എങ്ങനെയറിയും? കുട്ടികളെ കളി കാണുമ്പോൾ, ഇവരുടെ വികൃതി കാണുമ്പോൾ. കണ്ടോപ്പോൾ ആ സാധനം കൊണ്ട് വേഗം പപ്പടത്തേക്ക് പോയിട്ടോ. വലിയ വളവത്തിയാണ്. എൻ്റെ ഈ കെട്ടിയോൻ പറഞ്ഞേ, ഈ ഫുഡ് ഇങ്ങനെ ഇടുമ്പോൾ ഓരോരുത്തരിങ്ങനെ പറയുന്നുണ്ട്. ഓരോരുത്തരെന്ന് വെച്ചാൽ കുടുംബത്തിൽ തന്നെയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിട്ടോ. അപ്പോൾ ഞാനത് കുട്ടികളോട് പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബ് നിർത്തുകയാണ്. കാരണം ഞാൻ ഫുഡല്ലാതെ വേറൊന്നും ഞാൻ കാര്യമായിട്ട് ഇടുന്നില്ലല്ലോ, വേറൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ ചീത്ത പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ ഒരാൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ വേറൊരാൾ ഇങ്ങനെ പറഞ്ഞു വിചാരിച്ച് നിർത്താൻ നിന്നാൽ അതിന് തന്നെയുള്ളൂ നേരെന്ന്. ആ ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോണത്. അപ്പോൾ ഓക്കെ.